ഹലോ ഗൈസ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ വഴുതക്കാടുള്ള പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് കേട്ടോ. അവിടെ നമ്മുടെ കുട്ടിക്കുറുമ്പനും കുട്ടിക്കുറുമ്പിമാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സ്കൂൾ ഐറ്റംസ്, അതായത് ബാഗ്, ബുക്ക്, റെയിൻകോട്ട്, അംബ്രല്ല, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, കിറ്റ്, ഷൂസ്, യൂണിഫോമും പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങിയ ഒരു സ്കൂളിൽ പോകാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അത് നല്ല വിലക്കുറവിൽ. ഈ ബോക്സിന് ഞാൻ പണ്ടേ കണ്ണുവിട്ടതാണ്, ഒന്ന് വാങ്ങിത്തരും നമ്മുടെ ഒരുപാട് പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കുത്തിക്കളഞ്ഞ് നീ പഠിക്കില്ല എന്ന് പറഞ്ഞ അമ്മ എനിക്ക് പൗച്ച് വാങ്ങിച്ചു തരുമായിരുന്നു. എന്തായാലും എത്രയൊക്കെ വാട്ടർ ബോട്ടിൽ കണ്ടാലും നമ്മുടെ ഉറിഞ്ചി കുടിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ അതൊരു നൊസ്റ്റുമാണ്. ശരിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഇതെല്ലാം ഓരോന്ന് വാങ്ങിച്ചു ഒന്നും കൂടെ സ്കൂളിൽ പോയാലോ എന്നൊന്ന് ആലോചിച്ചെങ്കിലും പഠിക്കുന്ന കാര്യം ഓർത്തു പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സ്കൂബിഡിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. എല്ലാ ബ്രാൻഡും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരെ വിട്ടത് നമ്മുടെ സ്റ്റേഷനറിയിലോട്ടാണ്. എത്ര വലിയ പേനകൾ പണ്ട് കണ്ടാലും അവസാനം ഈ 3 രൂപയുടെ പേന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഈ പൊതിയുന്ന പേപ്പർ, പിന്നെ ഈ നെക്സ്റ്റ് അമ്മയോട് പണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ കളർ പെൻസിലും ഈ മണക്കുന്ന റബ്ബറിനും ഈ കളർ റബ്ബറിനും വേണ്ടി. പക്ഷെ അമ്മയുടെ മറുപടി ഈ വെള്ള റബ്ബറായിരുന്നു. എത്രയൊക്കെ വലുതായെന്ന് പറഞ്ഞാലും ഈ സാധനോട് എനിക്ക് ഇപ്പോഴും വല്ലാത്ത ക്രേസാണ് കേട്ടോ. എന്തായാലും ഈ പെൻസിലും കളർ പെൻസിലുകളിലും ഇപ്പോഴും ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ട് ഇവനെ ഞാൻ പണ്ടേ നോട്ടം വിട്ടതാണ്. ഈ പേന പെൻസിലിന് ഇതിനു വേണ്ടി എന്തോരം അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ. നമ്മുടെ പഴയ നെയിം സ്ലിപ്പ് ഇപ്പം കസ്റ്റമൈസ്ഡ് ഒക്കെ കിട്ടുമെങ്കിലും ഈ പഴയ പോക്കിമോണും നമ്മുടെ പഴയ കാർട്ടൂണൊക്കെ അതൊരു സന്തോഷം തന്നെയാണ്. എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മയുടെ ഒരു കിറ്റ് അത് നിർബന്ധമായിരുന്നു. അന്ന് വാങ്ങി തരൂല എന്ന് പറഞ്ഞ അമ്മയോടുള്ള പ്രതിഷേധം തീർക്കാനായിട്ട് ഞാനും വാങ്ങി നല്ല മണക്കുന്ന കളർ റബ്ബറും പിന്നെ ഒരു റെയിൻകോട്ടും പിന്നെ നമ്മുടെ ഒരു കിറ്റും. എന്തായാലും തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 30-ലധികം കൗണ്ടറും ഉണ്ടായിരുന്നു. നല്ല ലാഭത്തിന് ഞാനും സാധനം വാങ്ങി നേരെ ഓഫീസിലേക്ക്. എന്തായാലും ഇനി ആരെങ്കിലും വാങ്ങണമെങ്കിൽ നേരെ വിട്ടോളൂ കേട്ടോ. അടിപൊളിയാ.